നമസ്കാരം. ടവർ ഫാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ടവർ ഫാൻ കൊള്ളാമോ? വില എത്ര വരും? ഗ്യാരണ്ടിയൊക്കെ കിട്ടുമോ? തകരാറിലായാൽ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നൂറ് സംശയങ്ങൾ നിങ്ങൾക്ക് കാണും. അടുത്ത കാലത്ത് നമ്മൾക്കിടയിലെത്തിയ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നാവും. എല്ലാവർക്കും എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ടവർ ഫാൻ? ഇത് വാങ്ങിയാൽ ഉപകാരപ്പെടുമോ? തകരാറ് വരുമോ? കാറ്റൊക്കെ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒത്തിരി സംശയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സംസാരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ടവർ ഫാനിൻ്റെ വില, പെഡസ്റ്റൽ ഫാനുമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ക്വാളിറ്റി, ഗ്യാരണ്ടി, ഇതിൻ്റെ സർവീസ്, സ്പെയർ പാർട്സുകൾ ലഭ്യമാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ. ടവർ ഫാനുകൾ ഏകദേശം 2000 രൂപ മുതൽ 22,000 രൂപ വരെ വിലയുള്ളത് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ ഏകദേശം 5000 രൂപ വരെ വില വരുന്നതാണ് ലഭ്യമാകുന്നത്. ടവർ ഫാനും പെഡൽ ഫാനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെഡൽ ഫാൻ്റെ കാറ്റ് കൂടുതൽ പരന്നു പോകുന്നു, കൂടുതൽ ദൂരത്തേക്ക് എത്തുന്നില്ല. ടവർ ഫാൻ്റെ കാറ്റ് കൂടുതൽ ദൂരം എത്തുന്നു, പക്ഷേ പരന്നു പോകുന്നില്ല. കമ്പനികൾ അവകാശപ്പെടുന്നത് 25 ഫീറ്റ് ദൂരെ വരെ ടവർ ഫാൻ്റെ കാറ്റ് എത്തുന്നു എന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ റൂമിലൊക്കെ, അതായത് ചെറിയ ഒരു ഏരിയ കവർ ചെയ്യാൻ ഏറ്റവും നല്ലത് പെഡസ്റ്റൽ ഫാനാണ്. പക്ഷേ റൂമിന് പുറത്ത് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ നല്ലത് ടവർ ഫാനാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഫാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ചൂട് കുറക്കാൻ മാത്രമല്ല, കൊതുകിനെ കൂടി തുരത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് നമുക്ക് സാധാരണ പെഡസ്റ്റൽ ഫാനേക്കാളും കൂടുതൽ ഉപകാരപ്പെടുക ടവർ ഫാനാണ് എന്നത് നമുക്ക് പറയാതെ വയ്യ. ടവർ ഫാനിൻ്റെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ടവർ ഫാന് 1 വർഷമാണ് മിക്കവാറും കമ്പനികളും വാറണ്ടി കൊടുക്കുന്നത്. അതും മാനുഫാക്ചറിങ് ഡിഫക്റ്റിന് മാത്രമാണ് കൊടുക്കുന്നത്. മറ്റെന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ സർവീസ് കിട്ടില്ല എന്നത് വ്യക്തമാണ്. നമ്മൾ ഇതിനായി പുറത്തുള്ള ഒരു സർവീസ് സെൻറ്ററിനെ ആശ്രയിക്കുകയാണെങ്കിൽ കൂടുതൽ ഇതിൻ്റെ സ്പെയറുകൾ ലഭ്യമല്ല എന്നതും ഇതിലൊരു പ്രശ്നമായി വരുന്നുണ്ട്. മോട്ടോറൊക്കെ നമുക്ക് ലഭ്യമാണ് എങ്കിലും മറ്റു സ്പെയറുകൾക്ക് കംപ്ലൈൻറ്റ് വന്നാൽ ടവർ ഫാൻ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. സാധാരണ ഫാനുകൾ പൊടി പിടിക്കാറുണ്ട്, അവ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പവുമാണ്. എന്നാൽ ടവർ ഫാനിൽ പൊടി പിടിച്ചാൽ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല. പിന്നീട് പറയാനുള്ളത് ടവർ ഫാനിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന 2000 മുതൽ 5000 രൂപ വരെ വില വരുന്ന ടവർ ഫാനുകളുടെ എല്ലാ പാർട്ടുകളും വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ളവയാണ്. ഇതിൻ്റെ മോട്ടോർ കേബിളുകൾ 2-3 വർഷം കഴിയുമ്പോൾ പൊടിഞ്ഞു പോകുന്നതായി കാണാം. വളരെ കുറഞ്ഞ ക്വാളിറ്റിയിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്നതിനാലാണ് ഇങ്ങനെ വരുന്നത്. ടവർ ഫാൻ വാങ്ങുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല കമ്പനിയുടെ ഗ്യാരണ്ടി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ ഈ ഫാന് ഉണ്ടെങ്കിലും ശക്തമായ കാറ്റ് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ടവർ ഫാൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നതും പറയാതെ വയ്യ. തകരാറ് വന്നാൽ പോട്ടെ കളഞ്ഞേക്കാം എന്നതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ മാത്രം ടവർ ഫാൻ വാങ്ങിക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം. ടവർ ഫാനിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്